ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ? എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് തല മാലിന്യമുക്ത പ്രഖ്യാപനം നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം യുവ പ്രദീപ് MLA നിർവഹിച്ചു. ആ മാലിന്യത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം അതിഗൗരവമായി നാം കാണണം, അതിനെ തുടച്ചു നീക്കണം. മാലിന്യം ഓരോ വീട്ടിലും ഉണ്ടാകുന്ന മാലിന്യം അവരവർ തന്നെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ശീലവും സ്വഭാവവും ഉണ്ടാക്കിയെടുക്കണമെന്നാണ് തോന്നുന്നത് പറയുന്നത്. അത് നമ്മൾ തീരുമാനിച്ചപ്പോൾ പലരും ഇത് നടക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നടക്കുമോ ചോദിച്ചതാണ് കേരളം ഇപ്പോൾ നടക്കും എന്ന് കാണിച്ചു. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മ അറിയില്ല, കഴിഞ്ഞ പ്രളയം കഴിഞ്ഞ ഒരു മഴയ്ക്ക് ബ്രഹ്മപുരത്തെ സംബന്ധിച്ച് ഒരു വാർത്ത നിറഞ്ഞു നിന്നിരുന്നു. എറണാകുളം ജില്ലയിലുള്ള ബ്രഹ്മപുരം 8 നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റിലാണ് മാലിന്യങ്ങൾ കൂമ്പാരം കൂട്ടിയിരുന്നത്. അത് എന്നും ഒരു തലവേദനയാണ് എറണാകുളം ജില്ലയിൽ. ഒരിക്കലും അത് വേനൽക്കാലത്തിൽ കത്തിപ്പിടിച്ചാൽ ആ പുക സൃഷ്ടിച്ച് അവിടെയുള്ള ആളുകളെല്ലാം ഓടി സ്ഥലമിടുന്ന ഒരു കാഴ്ച മാധ്യമങ്ങൾ നിരന്തരം വാർത്തയായി വന്നിരുന്നു. ഇതുകൂടാതെ അപ്പോൾ ആ മാലിന്യത്തെ സംബന്ധിച്ച് കേരളത്തിന് എന്നും ഒരു തലവേദനയാണ് എന്ന് വലിയ തോതിൽ ഒരു പ്രശ്നമായിരുന്നു. നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് തന്നെ നമ്മുടെ ജില്ലക്കാരായ ആൾക്കാരറിയാൻ ലാലൂരിനായിരുന്നു. അപ്പോൾ ഇവിടെ വേണമെന്ന് വിചാരിച്ചാൽ മലയാളികൾ അത് നടത്തും എന്ന് തന്നെയാണ്. അപ്പോൾ ബ്രഹ്മപുരത്ത് ഇതിനെ കേരളത്തിലെ മാലിന്യങ്ങൾ തുടച്ചു നീക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ബ്രഹ്മപുരത്തും അതിലൊരു പരിഹാരം കാണുമെന്ന് പരസ്യമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. സുരക്ഷിതമായ ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിനുള്ള ജാഗ്രതയാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളതെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. മാലിന്യമുക്ത ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിൽ വിജയിച്ച വിവിധ സ്ഥാപനങ്ങളെ ചടങ്ങിന്റെ ഭാഗമായി ആദരിക്കുകയുണ്ടായി. മികച്ച ഗ്രാമപഞ്ചായത്തായി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. മികച്ച സർക്കാർ സ്ഥാപനമായി പഞ്ചകർമ്മ ആയുർവേദ ഗവേഷണ കേന്ദ്രം, മികച്ച സ്വകാര്യ സ്ഥാപനമായി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, മികച്ച CDS ആയി പാഞ്ഞാൾ കുടുംബശ്രീ, മികച്ച വ്യാപാര സ്ഥാപനമായി സേവ് മാർട്ട് ചേലക്കര, ഹരിത വായനശാലയായി പാഞ്ഞാൾ ഗ്രാമീണ വായനശാല, മികച്ച ഹരിത ടൌണായി ചെറുതുരുത്തി, മികച്ച ഹരിത ഇടമായി കൊണ്ടാഴി പഞ്ചായത്തിലെ കായാമ്പൂവവും, റെസിഡൻസ് അസോസിയേഷനായി അനശ്വര തിരുവല്ലോമലയും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഹരിത കർമ്മസേന പുരസ്കാരം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന കൺസോർഷ്യം ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷിജിത ബിനീഷ്, PM നൌഫൽ, ഗീത രാധാകൃഷ്ണൻ, ആശാ ദേവിയൻ, ലത സാനു, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി, ഡോക്ടർ സഞ്ജീവ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം അവസ്ഥാ റിപ്പോർട്ട് ബ്ലോക്ക് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ അവതരിപ്പിച്ചു. ശുചിത്വ പ്രതിജ്ഞയും നടന്നു. CCV ന്യൂസ്, പഴയന്നൂർ.